രേഖകൾ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് ഓൺ റിപ്പോർട്ട് ഇറക്കിയല്ലോ. നിങ്ങൾ കണ്ടോ? കണ്ടില്ല. നിങ്ങൾ കാണാത്തോണ്ടാണ് നിങ്ങൾ വിലക്കെടുത്തെന്ന് പറയുന്നത്. ശ്രീകണ്ഠൻ നായരെ BJP വിലക്കെടുത്തോ? നീ ഒന്നും പണയണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്ന് BJP-യുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഭയങ്കരം തന്നെ. ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അവരുടെ മിഷനായിട്ട് അവർ എടുത്തതിന് ശേഷം പോയതിനു ശേഷം അവരുടെ റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയില്ല. രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസിന് രാഹുൽ ഗാന്ധി പോകാത്തത് അതുകൊണ്ട് ഇത് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞ് നാളെ ഇതുവരെ അവിടെ ഒരു എഞ്ചിനീയറെ കൊണ്ട് പോയിട്ട് ഹാക്ക് ചെയ്തിട്ടില്ല. അതൊരു തെറ്റാണോ ആശാനെ? എന്താ പറ്റാത്തെ സാറേ? പക്ഷേ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേ? ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ. ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എത്രയോ സാങ്കേതിക വിവരമില്ലാതെ പറയരുത്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഹാക്കത്തോൺ വെച്ചാൽ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ അല്ല ഹാക്ക് ചെയ്ത് കാണിക്കേണ്ടത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. സാധനത്തിനുണ്ട് ടെക്നിക്കൽ എറർ പറയുന്നുള്ളൂ. മല പോലെ വന്നത് എലി പോലെ പോയി. ഈ ടെക്നിക്കലുള്ള സാധനമാണോ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇത്രയും വലിയ 150 കോടി ഏറ്റവും വലുതെന്ന് പറയുന്ന ഈ രാജ്യത്ത് അതാണ് ഉപയോഗിക്കേണ്ടത്? എനിക്ക് നീ മതിയായിട്ടില്ലേ? മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീൻ മാറ്റി സാറേ. അതെന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഒരു സക്സസ്ഫുൾ കേസ് ചിഹ്നം മാറിപ്പോയത് ഉണ്ടായ ഒരൊറ്റ സക്സസ്ഫുൾ കേസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന പറയാം ഒരെണ്ണം. അതിപ്പോ പറയാൻ കഴിയില്ല. അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സാറേ, ഒരു മെഷീന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ മെഷീൻ മാറ്റും. അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ വോട്ട് BJP-ക്ക് പോയെന്നല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.